ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അതുൽസ് ട്രാവൽ ഫോളിയോ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂരാണ്. അപ്പം കൊളുക്കുമല സൺറൈസ് കാണാൻ പോകുന്ന വഴിയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൊളീഗായ ഹരിയുണ്ട്, പിന്നെ ഹരിയുടെ 2 ഫ്രണ്ട്സുണ്ട്. അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഹരി തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. അപ്പം ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഉടനെ എത്തുമായിരിക്കാം. അപ്പോൾ കൊളുക്കുമല സൺറൈസ് കാണാൻ പോകണം എന്നുള്ളൊരു പ്ലാൻ കുറേ നാൾ കൊണ്ട് ഇടുവാണ്. ഇവിടെ നിന്ന് നേരെ സൂര്യനെല്ലി, അവിടെ ക്യാമ്പറിൽ ടെൻറ്റ് സ്റ്റേ. അവിടെ നിന്ന് ഏർലി മോർണിംഗ് സൺറൈസ് കാണാനായിട്ട് നമ്മൾ ജീപ്പിൽ പോകും. മഴയില്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് സൺറൈസ് കിട്ടും. അപ്പം മഴ കാണത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഹരി എത്തിയായിരുന്നു. ഹരിയുടെ കൂടെ ഉള്ളത് ജബിനും പ്രണവുമാണ്. അപ്പം നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്നും അടിമാലി, രാജാക്കാട്, രാജകുമാരി, പൂപ്പാറ വഴി സൂര്യനെല്ലി ടൗണിലേക്ക് 165 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്നും 3 കിലോമീറ്ററാണ് നമ്മുടെ ടെൻറ്റ് സ്റ്റേയിലേക്കുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമുക്ക് ഫ്യൂവൽ സ്റ്റേഷൻ ലാസ്റ്റ് വരുന്നത് പൂപ്പാറയാണ്. അപ്പോൾ പൂപ്പാറ കഴിഞ്ഞാൽ പിന്നെ സൂര്യനെല്ലി ടൗണിലൊന്നും ഫ്യൂവൽ സ്റ്റേഷൻ ഇല്ല. അപ്പം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഫ്യൂവൽ സ്റ്റേഷൻ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ATM, സൂര്യനെല്ലിയിൽ ഒരേ ഒരു ATM മാത്രമേ ഉള്ളൂ. അപ്പം അത് വർക്കിംഗ് അല്ലെങ്കിൽ പെട്ടുപോകും. അപ്പോൾ കഴിവതും നേരത്തെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് എടുത്ത് വെച്ചോളുക. അപ്പം നിങ്ങൾക്ക് ബോട്ടിംഗ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ബോട്ടിങ്ങിന് പോകാവുന്നതാണ്. അപ്പം ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു സ്ഥലത്ത് നിന്നും നമ്മുടെ ടെൻറ്റ് സ്റ്റേയിലേക്ക് ഇനി 18 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഉച്ചയോടുകൂടി ഞങ്ങൾ സൂര്യനെല്ലി ടൗണിലെത്തി. അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി നേരെ ടെൻറ്റിലേക്ക് പോയി. ഈ വലതുവശത്ത് കാണുന്നതാണ് കപ്പിത്താൻസ് ബംഗ്ലാവ്. നമുക്കതും കഴിഞ്ഞൊരു 200 മീറ്ററോളം മുന്നോട്ട് സഞ്ചരിച്ചാൽ മാത്രമേ നമ്മുടെ ടെൻറ്റ് സ്റ്റേയുടെ അവിടെ എത്തത്തുള്ളൂ. ഈ റോഡ് അവസാനിക്കുന്നതും അവിടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ടെൻറ്റ് സ്റ്റേ. ഇതൊരു 2 പേഴ്സൺ ടെൻറ്റാണ്. ഇതൊരു 2 പേർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കിടക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഒരു 2 ബാക്ക് പാക്സ് ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. കൂടുതൽ ലഗേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ താഴെ അവരുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പം അതിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. നല്ല രീതിക്ക് തന്നെ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ബിരിയാണി ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു.
പിന്നെ ഇതിൻ്റെ സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. സൺസെറ്റ് ആകാറായി. നമുക്ക് അത്യാവശ്യം ഒരു ക്ലൗഡ്സ് കൊണ്ട് മറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യൂ കിട്ടും. ആ ഒരു ആംബിയൻസൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഈവനിങ് സൺസെറ്റൊക്കെ ആസ്വദിച്ച് രാത്രിയായി. അപ്പോൾ രാത്രി ക്യാമ്പ് ഫയറൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയറിന് ചാർജ് ചെയ്യുന്നത് ഒരു 500 റുപ്പീസാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഡിന്നർ പ്രൊവൈഡ് ചെയ്യും. ഡിന്നറിന് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പം അത് നമ്മുടെ പാക്കേജിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ 1000 റുപ്പീസാണ് നമ്മുടെ പാക്കേജ്. അപ്പോൾ അതിൽ സ്റ്റേയും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റുമാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അങ്ങനെ രാത്രിയത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നേരത്തെ കിടന്നു. കാരണം രാവിലെ 4 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. 4:30 നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് കൊളുക്കുമല സൺറൈസ് കാണാൻ പോകാനായിട്ട് പാസ് എടുക്കുന്ന സ്ഥലത്ത് 4:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പം 4:30 അവിടെ മുന്നേ അവിടെ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ കിടന്നു. രാത്രി അത്യാവശ്യം ചെറിയ രീതിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു രക്ഷയുമില്ലാത്ത തണുപ്പായിരുന്നു. അപ്പം ഇപ്പോൾ സമയം ഒരു 4 മണി ആവാറായി. രാവിലെ എണീറ്റ് സൺറൈസ് കാണാൻ പോകാനായിട്ട്. അപ്പം ജീപ്പ് ഇപ്പോൾ എത്തും. അപ്പം ആ ഒരു നല്ല രീതിക്കൊരു വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങെത്തിയിട്ട് കാണാം. ഈ ഒരു ജീപ്പ് സഫാരിക്ക് ഈടാക്കുന്നു എന്ന് പറയുന്നത് 2000 രൂപയാണ്. എൻട്രി ഫീ അടക്കമാണത്. പിന്നെ ഇപ്പോഴത്തെ കോവിഡ് മാനദണ്ഡം പാലിച്ച് ഒരു 5 പേർക്ക് മാത്രമേ ഒരു ജീപ്പിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും അവിടെ എൻട്രി ഇല്ല. അവിടെ പെർമിറ്റുള്ള ജീപ്പുകൾ മാത്രമാണ് അവിടെ എൻട്രി ഉള്ളത്. അപ്പോൾ പാസ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ രജിസ്റ്ററിൽ ഒരാളുടെ പേരും ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു ഫോമിൽ എല്ലാവരുടെയും പേരും ഫോൺ നമ്പറും നമുക്ക് സെപ്പറേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു രക്ഷയുമില്ല. പൊളി ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല.
ഒരു സാധാരണ ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു വ്യൂ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ 3G ആയി ഗൈസ്. ഇവിടെ ഫുള്ള് കോടയാണ്. ആ ഒരു സൺറൈസ് വ്യൂ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു നല്ല ആംബിയൻസ് ഉണ്ട്. അങ്ങനെ കൊളുക്കുമലയെ പറ്റി പറയുവാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടത്തിലൊന്നാണ് നമ്മുടെ കൊളുക്കുമല. പിന്നെ ഇവിടുത്തെ ആ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി, ആ ഒരു സൺറൈസ് വ്യൂ. നമുക്ക് കോട കാരണം ആ ഒരു സൺറൈസ് വ്യൂ ഒന്നും കിട്ടിയില്ല. ഒരു സൺറൈസ് വ്യൂ പൊളിയാണ്. താഴെ ഇങ്ങനെ ക്ലൗഡ്സ് പോലെ ഇങ്ങനെ ബെഡ് കണക്ക് നിൽക്കും, ഇതിൻ്റെ മേളിൽ സൺറൈസ്. അപ്പം അത് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ കോട കാരണം ചെറുതായിട്ടൊന്ന് പണി കിട്ടി, നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പം ഇനി എന്തായാലും ഒരു പ്രാവശ്യം കൂടി വരേണ്ടി വരും. അപ്പം നമ്മുടെ ആ ഒരു ഓഫ് റോഡ് ജീപ്പ് കയറി വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഈ ഒരു സൺറൈസ് വ്യൂ പോയിൻറ്റിലേക്ക്. അതിനടുത്ത് തന്നെയാണ് നമ്മുടെ ജാഗ്വാർ റോക്കും. ആ കാണുന്ന ബിൽഡിങ് 1962 പണിതതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ബിൽഡിങ് 1919 പണിതതാണ്. അപ്പം വരുന്ന ടൈമിൽ ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇത്ര കർവായിട്ട് ഈ റോഡ് കൊടുക്കാൻ കാര്യം എന്താണെന്ന്. കാരണം ഇതങ്ങ് ഇടിച്ച് കളഞ്ഞാൽ പോരെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും പഴക്കമുള്ളത് കൊണ്ടാണ് ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ടെൻറ്റ് സ്റ്റേയുടെ അവിടെ എത്തി. ഇതാണ് മഹേഷ് ഭായ്, നമ്മുടെ ജീപ്പിൻ്റെ സാരഥി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സൂര്യനെല്ലി വന്നിട്ട് ആ കൊളുക്കുമല ഓഫ് റോഡിങ് പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. അപ്പവും കടലക്കറി ആയിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നല്ല രീതിക്ക് കഴിച്ചു. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ആണ് ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ കൊളുക്കുമല പോയി സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഒരു കോടമഞ്ഞും ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ആ ഒരു ടെൻറ്റ് സ്റ്റേയും ആ ഒരു ടെൻറ്റ് സ്റ്റേയിലെ ഒരു ഈവനിങ് വൈബും ആ ഒരു ക്യാമ്പ് ഫയറും എല്ലാം പൊളി ഫീലായിരുന്നു. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബുക്കിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.